തുടർച്ചയായ സൈനിക മുന്നറിയിപ്പുകളെയും അന്താരാഷ്ട്ര ഉപരോധ ഭീഷണികളെയും പൂർണ്ണമായും തള്ളിക്കൊണ്ട് ലോകത്തെ ഏറ്റവും നിർണായകമായ എണ്ണക്കടത്തുപാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചുപൂട്ടിയ വാർത്ത ആഗോള രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥയെ പിടിച്ചുലച്ചിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത മിസൈൽ ഭീഷണികളെ വകവെക്കാതെയാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ എങ്ങോട്ട് തിരിയുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത വിധം പശ്ചിമേഷ്യയും അതോടൊപ്പം ലോകരാജ്യങ്ങളും അതീവ ഗുരുതരമായ ഒരു യുദ്ധപ്രതീതിയിലേക്ക് നീങ്ങുകയാണ്. അമേരിക്കൻ ഭരണകൂടത്തിൽ നിന്നും നിരന്തരമായി ഉയർന്നു വന്ന സൈനിക സമ്മർദ്ദങ്ങൾക്കും മുന്നറിയിപ്പുകൾക്കും ഇറാൻ നൽകിയ ഏറ്റവും ശക്തമായ മറുപടിയാണ് ഈ നീക്കം. ഇറാന്റെ മിസൈൽ ശേഖരങ്ങൾക്കും തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങൾക്കും നേരെ കടുത്ത ആക്രമണം ഉണ്ടാക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനകളെ കേവലം വാഗ്വാദം മാത്രമായി കണ്ടുകൊണ്ട് തങ്ങളുടെ പരമാധികാരം ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ ഭരണകൂടം. ഈ തന്ത്രപ്രധാന നീക്കത്തിന് തൊട്ടു മുൻപ് ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അറാഗ്ചി ഒമാനിലേക്ക് നടത്തിയ അടിയന്തര സന്ദർശനം അന്താരാഷ്ട്ര നയതന്ത്ര മേഖലയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഹോർമുസ് കടലിടുക്കിന്റെ ഭാവി നിയന്ത്രണത്തെക്കുറിച്ചും സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചും ഇരു രാജ്യങ്ങളും തമ്മിൽ ഉന്നതതല ചർച്ചകൾ നടന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം പുറത്തു വന്നതോടെ പശ്ചിമേഷ്യൻ മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥ പൂർണ്ണമായും മാറിയിരിക്കുകയാണ്. തങ്ങളുടെ അടുത്ത ഉത്തരവുണ്ടാകുന്നതുവരെ ഒരു അന്താരാഷ്ട്ര കപ്പലിനും ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകാൻ അനുവാദമുണ്ടാകില്ലെന്നാണ് സൈന്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടിയെന്ന വാർത്ത പുറത്തു വന്ന നിമിഷം മുതൽ ആഗോള ഊർജ്ജ വിപണിയിൽ വൻ പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ലോകത്ത് ഉപയോഗിക്കുന്ന എണ്ണയുടെ 1/5 കടന്നു പോകുന്ന ഈ തന്ത്രപ്രധാനമായ പാത തടസ്സപ്പെടുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ വലിയൊരു മന്ദഗതിയിലേക്ക് നയിക്കുമെന്ന ഭീതിയും ശക്തമാണ്. ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത നിലപാടുകൾക്കെതിരെയുള്ള ഇറാന്റെ ഈ വെല്ലുവിളി അമേരിക്കൻ ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. തങ്ങളുടെ സൈനിക ശക്തിയെയും മിസൈൽ ശേഷിയെയും ഭയന്ന് ഇറാൻ പിൻവാങ്ങുമെന്നായിരുന്നു വാഷിംഗ്ടണിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ട്രംപിന്റെ ഭീഷണികളെ പൂർണ്ണമായ അനാദരവോടെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇറാൻ നടത്തിയ ഈ സൈനിക നീക്കം പശ്ചിമേഷ്യയിൽ അമേരിക്ക കെട്ടിപ്പടുത്ത പ്രതിരോധ തന്ത്രങ്ങൾക്ക് കടുത്ത ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടതോടെ പേർഷ്യൻ ഗൾഫ് മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളും അതീവ ജാഗ്രതയിലാണ്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ പ്രമുഖ എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ പ്രധാന കയറ്റുമതി പാതയാണിത് എന്നതിനാൽ ഇറാന്റെ ഈ ഏകപക്ഷീയമായ തീരുമാനം ആഗോള വിപണിയിലേക്കുള്ള ഇവരുടെ സപ്ലൈ ലൈനുകളെ പൂർണ്ണമായും നിശ്ചലമാക്കിയിരിക്കുകയാണ്. വാഷിംഗ്ടണിൽ നിന്നുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾക്കായി ലോകം ഉറ്റുനോക്കുമ്പോൾ വൈറ്റ് ഹൌസ് സൈനിക ഉദ്യോഗസ്ഥരുമായി അടിയന്തര യോഗങ്ങൾ ചേരുന്നതായാണ് റിപ്പോർട്ടുകൾ. ഹോർമുസ് കടലിടുക്ക് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി തുറന്നു കൊടുക്കാൻ അമേരിക്ക സൈനിക നടപടി സ്വീകരിക്കുമോ അതോ കൂടുതൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ ഇറാന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. ഒമാനുമായുള്ള ഇറാന്റെ നയതന്ത്ര ചർച്ചകൾ കേവലം ഒരു സൗഹൃദ സന്ദർശനമായിരുന്നില്ലെന്ന് വ്യക്തമാണ്. ഹോർമുസ് കടലിടുക്കിന്റെ ഇരുവശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ എന്ന നിലയിൽ കടലിടുക്കിലെ പുതിയ സുരക്ഷാ സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിൽ കൃത്യമായ ആസൂത്രണം ഇറാൻ നടത്തിയിട്ടുണ്ട്. പെന്റഗണിന്റെ ഭാഗത്തു നിന്നും ഇറാന്റെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ശക്തമായ മുന്നറിയിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര സമുദ്ര അതിർത്തികളിലെ സ്വതന്ത്രമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാൻ അമേരിക്കൻ സൈന്യം പ്രതിജ്ഞാബദ്ധമാണെന്നും അതിനായി ഏത് തരത്തിലുള്ള നടപടികൾക്കും മടിക്കില്ലെന്നുമാണ് US സൈനിക വക്താക്കൾ അറിയിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ കടുത്ത നടപടി പെട്ടെന്നുണ്ടായ ഒന്നല്ല, മറിച്ച് മാസങ്ങളായി നിലനിൽക്കുന്ന ഉപരോധങ്ങൾക്കും പ്രകോപനങ്ങൾക്കും എതിരെയുള്ള കൃത്യമായ പ്രതികാരമാണ്. തങ്ങളുടെ എണ്ണ കയറ്റുമതി തടസ്സപ്പെടുത്താൻ അമേരിക്ക ശ്രമിച്ചാൽ ലോകത്തെ ഒരു രാജ്യത്തെയും ഈ വഴിയിലൂടെ എണ്ണ കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന ഇറാന്റെ പഴയ മുന്നറിയിപ്പിന്റെ പ്രായോഗിക നടപ്പിലാക്കലാണിത്. യൂറോപ്യൻ യൂണിയനും മറ്റു വൻ ശക്തികളായ ചൈനയും റഷ്യയും ഈ വിഷയത്തിൽ അതീവ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. കടുത്ത സൈനിക നീക്കങ്ങളിൽ നിന്നും ഇരുവിഭാഗവും പിന്തിരിയണമെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നുമാണ് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇറാൻ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഹോർമുസ് കടലിടുക്കിന് ചുറ്റുമുള്ള തീരങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഏതെങ്കിലും തരത്തിലുള്ള വിദേശ സൈനിക ഇടപെടൽ ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും IRGC പൂർത്തിയാക്കിയിട്ടുണ്ട്. തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ വെച്ച് അമേരിക്കയെ നേരിടാൻ തങ്ങൾ പൂർണ്ണ സജ്ജരാണെന്ന് കാണിക്കുന്നതിലൂടെ ആഭ്യന്തരമായി ജനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനും ഇറാൻ ഭരണകൂടത്തിന് സാധിക്കുന്നുണ്ട്.
ആഗോള ഷിപ്പിംഗ് കമ്പനികൾ ഇതിനകം തന്നെ തങ്ങളുടെ കപ്പലുകളോട് പേർഷ്യൻ ഗൾഫ് മേഖലയിലേക്ക് പ്രവേശിക്കരുതെന്ന് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇൻഷുറൻസ് തിരക്കുകൾ കുത്തനെ ഉയർന്നതും കപ്പലുകളുടെ റൂട്ടുകൾ മാറ്റേണ്ടി വരുന്നതും ആഗോള വ്യാപാര മേഖലയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാണ് വരുത്തിവെക്കുന്നത്. വരും മണിക്കൂറുകൾ പശ്ചിമേഷ്യയുടെ മാത്രമല്ല ആഗോള രാഷ്ട്രീയത്തിന് തന്നെ ഭാവി നിർണയിക്കുന്നവയായിരിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ഭീഷണികൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഇറാന് നേരെ സൈനിക നീക്കം നടത്തിയാൽ അത് തടയാൻ ഇറാനും സഖ്യകക്ഷികളും സ്വീകരിക്കുന്ന നിലപാടുകൾ ലോകത്തെ മറ്റൊരു മഹായുദ്ധത്തിന്റെ നിഴലിലേക്ക് നയിച്ചേക്കാം. ഹോർമസ് കടലിടുക്കിലെ ഈ നിശബ്ദത ഒരു വലിയ കൊടുങ്കാറ്റിന് മുന്നോടിയാണെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്.